ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആർ യു എക്സൈറ്റഡ് ഫോർ ദിസ് വീഡിയോ? നമ്മൾ ഫൈനലി നമ്മുടെ ചാനലിൽ GK സ്കോളർഷിപ്പിനെ പറ്റി സംസാരിക്കാൻ പോവാണ്. ബട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഐ ഹാവ് എ ഡിസ്ക്ലെയിമർ. ഞാനൊരു GK സ്കോളർ അല്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുറേ വെബ്സൈറ്റ് വായിച്ചു ആൻഡ് കുറേ GK സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് GK സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ബട്ട് ഈ ഒരു വീഡിയോനെ മാത്രം വെച്ചിട്ട് നിങ്ങൾ GK സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യരുത്. ഇതും അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ റിസർച്ചും ചെയ്യണം. ഓക്കെ, സോ വിത്തൗട്ട് എനി വെയിറ്റ് ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, GK എന്ന് പറയുന്നത് ഗ്ലോബൽ കൊറിയ സ്കോളർഷിപ്പ് ആണ്. ഇത് കൊറിയൻ ഗവൺമെന്റ് ഫോറിനർ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. ഇത് രണ്ട് വിധത്തിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും. നമ്മുടെ നാട്ടിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ള ടേം അധികം യൂസ് ചെയ്യാറില്ല. സോ ഐ എക്സ്പ്ലെയിൻ. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഗ്രാജുവേറ്റിൽ മാസ്റ്റേഴ്സ്, PhD അതുപോലെ തന്നെ റിസർച്ച് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെങ്കിലും റിസർച്ച് ഒഴികെ ബാക്കി എല്ലാ പ്രോഗ്രാമിനും 1 ഇയർ കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാം മാൻഡേറ്ററി ആണ് ഇഫ് യു ഡോണ്ട് ഹാവ് ടോപ്പിക് 5 ഓർ ഹയർ. GK സ്കോളർഷിപ്പ് നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. യൂണിവേഴ്സിറ്റി ട്രാക്കും എംബസി ട്രാക്കും. യൂണിവേഴ്സിറ്റി ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെന്റ്സ് എല്ലാം ചേർത്തിട്ട് ആ യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, എംബസി ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 3 യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ഡോക്യുമെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യല്ല ചെയ്യുക. പകരം കൊറിയൻ എംബസി ഇൻ ന്യൂഡൽഹി, അങ്ങോട്ടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആൻഡ് അപ്ലിക്കേഷൻ എല്ലാം അയച്ചു കൊടുക്കേണ്ടത്. എംബസിയിൽ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് 10 to 15 മിനിറ്റ്സ് ഇന്റർവ്യൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഇന്റർവ്യൂവിലും സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പിന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, സോ അതാണ് പ്രോസസ്. GK സ്കോളർഷിപ്പിനെ പറ്റിയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണ്, studyinkorea.go.kr. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം, ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് വരിക. അതിന്റെ താഴെ പോയാൽ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ studyinkorea.go.kr വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം റൈറ്റ് സൈഡിൽ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ GK സ്കോളർഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതും നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കുറേ നോട്ടിഫിക്കേഷൻസ് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. GKS നോക്കെ GKS സെർച്ച് ചെയ്യുമ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഗ്രാജുവേറ്റിന്റെ ഗൈഡ് ലൈൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് താഴെ പോയാൽ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഗൈഡ് ലൈൻസും കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷൻ ഫോം പിന്നെ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ യു ഡൗൺലോഡ് ഓൾ ദ ഡീറ്റെയിൽസ്. ഈ ഒരു വെബ്സൈറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ GK സ്കോളർഷിപ്പിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാജുവേറ്റിന്റെ അപ്ലിക്കേഷൻ ടൈം വരുന്നത് ജനുവരിയിലാണ്, അതായത് ഫെബ്രുവരി ടു മാർച്ച് ആണ് അതിന്റെ ഒരു ഡെഡ് ലൈൻ. ഓക്കെ, ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ് അതിന്റെ ഡെഡ് ലൈൻ വരുന്നത്. സോ ഈ വർഷത്തെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ അപ്ലിക്കേഷൻ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അണ്ടർ ഗ്രാജുവേറ്റ് ഈ വർഷം +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് GK സ്കോളർഷിപ്പിലൂടെ അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഒക്കെ റിസർച്ച് ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. കൊറിയൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കുറച്ചെങ്കിലും പഠിക്കാൻ നോക്കുക. സോ യു ഹാവ് എ സ്കോപ്പ് ആൻഡ് യു ഹാവ് എ ചാൻസ് ടു അപ്ലൈ ദിസ് ഇയർ. ഓക്കെ, നമ്മൾ പറഞ്ഞു എംബസി ട്രാക്ക് വഴിയാണെങ്കിൽ എംബസിയിലും ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതിലൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇന്റർവ്യൂ മോസ്റ്റ്ലി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മേജർ ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മേജർ കൊറിയയിൽ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എംബസി ട്രാക്കിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞല്ലോ. അവരുടെ വീഡിയോസ് എല്ലാം കുറച്ച് ഓൾഡ് വീഡിയോസ് ആണ്. അതിൽ അവർ എംബസി ട്രാക്കിനെ പറ്റി പറയുമ്പം MHRD എന്ന് പറയുന്ന ഒരു
സംഭവം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതിലൂടെയാണ് അവരൊക്കെ അപ്ലൈ ചെയ്തെന്ന് പറയുന്നുണ്ട്. ബട്ട് പ്രോസസ്സ് ഇപ്പം മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് അവർ അപ്ലൈ ചെയ്തപ്പം ഡോക്യുമെന്റ്സ് MHRDയിലോട്ട് അയച്ചു, അവർ പിന്നെ എംബസിയിലോട്ട് അയച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോസസ്സ്. ബട്ട് ഇപ്പം നിങ്ങൾ ഡയറക്ട്ലി എംബസിയിലോട്ടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അയക്കേണ്ടത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം, വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതുപോലെ തന്നെ ഏതൊരു അഡ്രസ്സിലോട്ടാണ് നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ്സ് അയക്കേണ്ടത് അതെല്ലാം കൊടുക്കാം. ഓക്കെ, ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഈസ് യൂണിവേഴ്സിറ്റി ട്രാക്കിലൂടെ അപ്ലൈ ചെയ്യണോ എംബസി ട്രാക്കിലൂടെ അപ്ലൈ ചെയ്യണോ, അതെങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ട്രാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഷുവർ ആണ് എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതി, അത്ര ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ട്രാക്ക് ചൂസ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് ആണെങ്കിൽ നിങ്ങൾക്ക് എംബസി ട്രാക്ക് ചൂസ് ചെയ്യാം. ബട്ട് യൂണിവേഴ്സിറ്റി ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് 44 ആണ്. പക്ഷേ എംബസി ട്രാക്ക് ആണെങ്കിൽ ഓൺലി 25 സീറ്റ്സ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ ചാൻസ് ഓഫ് അക്സെപ്റ്റൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. ഓക്കെ, സീറ്റ്സ് കൂടുതലാണ്. സോ അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ അഥവാ എംബസി ട്രാക്കാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 യൂണിവേഴ്സിറ്റിയിലോട് അപ്ലൈ ചെയ്യണമല്ലോ. സോ നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പം ട്രാൻസ്ക്രിപ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോസ്റ്റൈൽ ചെയ്തത് വെക്കുക. അതിൻ്റെ കൂടെ അതിൻ്റെയും ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും 3 കോപ്പീസ് നിങ്ങൾ വെക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് 3 യൂണിവേഴ്സിറ്റിയിലോട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ട്രാക്ക് ആണോ എംബസി ട്രാക്ക് ആണോ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം, ഹൗ ടു അപ്ലൈ ആൻഡ് വാട്ട് ആർ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അപ്ലൈയിങ് GKS സ്കോളർഷിപ്പ്. ഒന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നാഷണാലിറ്റി ആണ്. യു ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. നിങ്ങളുടെ പേരൻസും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സോ യു ഹാവ് ടു സബ്മിറ്റ് നാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്. രണ്ടാമത്തത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ഗ്രാജുവേറ്റ് ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഡിഗ്രി പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സപ്പോസ് നിങ്ങൾ ജസ്റ്റ് ഗ്രാജുവേറ്റ് ആവുന്നേ ഉള്ളൂ ഈ ഒരു അപ്ലിക്കേഷന്റെ സമയത്ത് എന്നുണ്ടെങ്കിൽ അവർ സമയം തന്നിട്ടുണ്ടാവും, ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സപ്പോസ് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് സ്പെഷ്യൽ ലെറ്റർ ഫ്രം യുവർ പ്രൊഫസർ ആൻഡ് ദെൻ സബ്മിറ്റ്. മൂന്നാമത്തെ പോയിന്റ് ഗ്രേഡ് ആണ്. ആസ് പെർ ഡോക്യുമെന്റ് നിങ്ങൾക്ക് 80% മാർക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ബട്ട് 80% ഇല്ലെങ്കിലും GK സ്കോളർഷിപ്പ് കിട്ടിയ ആൾക്കാരുണ്ട് ത്രൂ ദെയർ സ്ട്രോങ് SOP, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. അതുകൊണ്ട് പേടിക്കേണ്ട. ബട്ട് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു ഗെറ്റ് 80% മാർക്ക് ടു ലെവൽ അപ്പ് യുവർ ഗെയിം. ഫോർത്ത് ക്രൈറ്റീരിയ ഏജ് ആണ്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 25 ഇയർ ഓൾഡിന് താഴെ ആയിരിക്കണം, അതായത് 2000 മാർച്ച് 1 ശേഷം ജനിച്ച ആൾക്കാർ. ഗ്രാജുവേറ്റ് ആണെങ്കിൽ 40 ഇയേഴ്സിന്റെ താഴെ ആയിരിക്കണം. നെക്സ്റ്റ് പിന്നുള്ളത് ബേസിക് ക്രൈറ്റീരിയാസ് ആണ്. ലൈക്ക് യു ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത്, നിങ്ങൾക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടാവാൻ പാടില്ല, യു ഷുഡ് ബി അലൗഡ് ടു ട്രാവൽ ടു അനദർ കൺട്രി. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ്റെ അവിടെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഐ വോണ്ട് ടു ഹൈലൈറ്റ്. കാരണം ചില പിള്ളേരൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് 11th and 12th കൊറിയയിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കൊറിയയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നിങ്ങൾ 11th and 12th കൊറിയയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ GKS സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. മീനിങ് നിങ്ങളുടെ ഹൈസ്കൂൾ ഡിഗ്രി കൊറിയൻ ആണെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു അപ്ലൈ ഫോർ GK സ്കോളർഷിപ്പ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GK സ്കോളർഷിപ്പിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തത് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഓക്കെ, അവർ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ റൗണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും, ഫ്ലൈറ്റ് ടിക്കറ്റ്. രണ്ടാമത്തത് സെറ്റിൽമെന്റ് അലവൻസ് ആണ്. നിങ്ങൾ അവിടെ ചെന്ന ഉടനെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ളൊരു അലവൻസ് അവർ തരും. മൂന്നാമത്തത് മന്ത്ലി അലവൻസ് ആണ്. ദിൽ പ്രൊവൈഡ് യു മണി ടു ലിവ് ഇൻ കൊറിയ, ഒരു മന്ത്ലി അലവൻസ് ആയിട്ട്. നാലാമത്തത് റിസർച്ച് അലവൻസ്. ഐ ഡോണ്ട് ഹാവ് മച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. മേ ബി പീപ്പിൾ ഹൂ റിസർച്ച് വിൽ ഗെറ്റ് എ റിസർച്ച് അലവൻസ്. അഞ്ചാമത്തത് കൊറിയൻ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ യു. ആറാമത്തത് യുവർ ട്യൂഷൻ ഫീ ഇസ് കവേർഡ്. ഏഴാമത്തത് മെഡിക്കൽ ഇൻഷുറൻസ് ഇസ് കവേർഡ്. കൊറിയൻ മെഡിക്കൽ ഇൻഷുറൻസ് ഇസ് വെരി എക്സ്പെൻസീവ്. എട്ടാമത്തത് ടോപ്പിക് സ്കോളർഷിപ്പ്. ടോപ്പിക് 5 or high ഉള്ള ആൾക്കാർക്ക് ടോപ്പിക് സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒമ്പതാമത്തത് ഡിഗ്രി കംപ്ലീഷൻ അലവൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം യു വിൽ ഗെറ്റ് എൻ അലവൻസ്. ഓക്കെ, പത്താമത്തത് പബ്ലിക്കേഷൻ പ്രിന്റിംഗ് ഫീ ആണ്. നിങ്ങളുടെ അക്കാഡമിക് റിസർച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, റിസർച്ച് പേപ്പേഴ്സ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് ഇത്. ഇതും റിസർച്ച് അലവൻസും സെയിം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് മേ ബി യെസ്, ഐ ഡോണ്ട് നോ. 11ാമത്തത് അക്കാഡമിക് ഇൻസെൻറ്റീവ്സ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അലവൻസ് ആണിത്. ഐ ഡോണ്ട് നോ
based on like there are certain criteria അതിനനുസരിച്ചായിരിക്കും, but yes, you may get academic incentives as well. സോ അതൊക്കെയാണ് നിങ്ങളൊരു GK സ്കോളർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ഡോക്യുമെന്റ്സിനെ പറ്റി നോക്കാം. ഓക്കെ, നമ്മൾ ഡോക്യുമെന്റ്സിൽ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കുറേ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മെയിൻ ആയിട്ടുള്ളത് ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നിങ്ങളുടെ എല്ലാ സെമസ്റ്റേഴ്സിന്റെയും മാർക്ക് എല്ലാം കൂടെ ഒരു ഡോക്യുമെന്റിൽ കാണിക്കുന്നതാണ്, വിച്ച് യു ക്യാൻ ഗെറ്റ് ഫ്രം യുവർ യൂണിവേഴ്സിറ്റി ഓർ സ്കൂൾ. ഓക്കെ, ഈ ട്രാൻസ്ക്രിപ്റ്റ് അപ്പോസ്റ്റൈൽ ചെയ്യണം. അപ്പോസ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റ്സ് വേറൊരു കൺട്രിയിൽ ഹയർ എഡ്യൂക്കേഷനോ ഒക്കെ കൊടുക്കുമ്പോൾ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സീലിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അഡീഷണലി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് GK സ്കോളറാണ്. പുള്ളിക്കാരി എംബസി ട്രാക്ക് വഴിയാണ് അപ്ലൈ ചെയ്തത്. അവള് അപ്പോസ്റ്റൈൽ ചെയ്തപ്പം ബർത്ത് സർട്ടിഫിക്കറ്റും അപ്പോസ്റ്റൈൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റും വേണമെങ്കിൽ അപ്പോസ്റ്റൈൽ ചെയ്യാം. നിങ്ങൾ അപ്പോസ്റ്റൈൽ ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പോസ്റ്റൈൽ ചെയ്യരുത്. പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്റ്റ് ആണെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും സ്കാൻ എടുത്തിട്ട് നിങ്ങൾ അപ്പോസ്റ്റൈൽ ചെയ്യുന്ന ഏജൻസിയിലോട്ട് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുക. അവർ അത് അപ്പോസ്റ്റൈൽ ചെയ്തിട്ട് ഒറിജിനൽ കോപ്പി പോലെ തന്നോളും. ഓക്കെ, അതവർ ഹാർഡ് കോപ്പി നിങ്ങളുടെ വീട്ടിലോട്ട് അയക്കും, അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഇമെയിലിലോട്ട് അയക്കും. ഈ ഹാർഡ് കോപ്പി നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി, വിച്ച് ലുക്സ് ലൈക്ക് എൻ ഒറിജിനൽ ഡോക്യുമെന്റ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഈ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ട്രാൻസ്ക്രിപ്റ്റ് എല്ലാ ഡോക്യുമെന്റ്സും ഒന്ന് മാത്രമേ കിട്ടുള്ളൂ, പിന്നെ ഒറിജിനൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് ലൈഫ് മുഴുവൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതെല്ലാം. സോ അത് നിങ്ങൾ അപ്പോസ്റ്റൈൽ ചെയ്യരുത്. ആൻഡ് ഇഫ് യു സബ്മിറ്റ് ദാറ്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സോ നിങ്ങളൊരു കോപ്പി എടുത്തിട്ട് വേണം അപ്പോസ്റ്റൈൽ ചെയ്യാൻ. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒരിക്കലും അപ്പോസ്റ്റൈൽ ചെയ്യരുത്. നെക്സ്റ്റ് ഡോക്യുമെന്റ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. ഇത് നിങ്ങൾ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി, കാരണം പണ്ടൊക്കെ ഒന്നിലേറെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫസറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്നോ വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ GKS അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഉണ്ട്, അതിന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കേണ്ടത് ഈ ഒരു ഡോക്യുമെൻ്റ് ആണ്, വിച്ച് ഈസ് യുവർ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 80% മാർക്ക് ഇല്ലെങ്കിലും GK സ്കോളർഷിപ്പ് കിട്ടും. കാരണം പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ മേക്ക് യുവർ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് വെരി 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 സ്ട്രോങ്. നിങ്ങളുടെ റീസൺ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ സ്റ്റോറി ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കണം. മേക്ക് ഇറ്റ് വെരി സ്ട്രോങ് ആൻഡ് ഒതൻറ്റിക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഓൺലൈനിൽ പോയാൽ നിങ്ങൾക്ക് കുറേ ലെറ്റേഴ്സ് കിട്ടും. അത് വായിക്കുക. ഡോണ്ട് കോപ്പി ഇറ്റ്, ബട്ട് ഗെറ്റ് ഇൻസ്പയർഡ് ആൻഡ് റൈറ്റ് യുവർ ഓൺ സ്റ്റോറി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി എഴുതിയിട്ട് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് ഫ്രം സമൺ ഹു നോസ് വെരി വെരി ഗുഡ് ഇംഗ്ലീഷ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഐ നോ ഇംഗ്ലീഷ് ബട്ട് വെരി നോർമൽ ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറി എഴുതിയിട്ട് ഐ ആസ്ക്ഡ് മൈ ഫ്രണ്ട് ടു കറക്റ്റ്. ഷീ റൈറ്റ്സ് ബുക്സ് ആൻഡ് ഓൾ. സോ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ഒരു ഡോക്യുമെന്റിനും കൂടി കുറിച്ച് പറയുകയാണെങ്കിൽ CGPA കൺവേർഷൻ ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ഔട്ട്. കൺവേർഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതും കൂടെ സബ്മിറ്റ് ചെയ്യാം. വൺ മോർ തിങ് ഐ വോണ്ട് ടു മെൻഷൻ അബൌട്ട് ഡോക്യുമെന്റ്സ് ഇസ് ദാറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇതുവരെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഡോക്യുമെന്റ്സ് അല്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൂടെ വെക്കുക. സോ ദാറ്റ് ദേ നോ ദാറ്റ് ഹൗ ആക്റ്റീവ് യു ആർ ഇൻ യുവർ സ്കൂൾ ഓർ കോളേജ് ആൻഡ് ഓൾ. അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് GKS ആൻഡ് ഓൾ. ഈസ് ടോപ്പിക് ആൻഡ് ടോഫിൾ മാൻഡേറ്ററി എന്നുള്ളതാണ്. ടോപ്പിക് ആണെങ്കിലും ടോഫിൾ ആണെങ്കിലും മാൻഡേറ്ററി അല്ല. ടോപ്പിക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൊറിയൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് നിങ്ങൾക്ക് കൊറിയൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ യു ഡോണ്ട് ഹാവ് ടു വേസ്റ്റ് ടൈം ഇൻ കൊറിയ. കാരണം കൊറിയയിൽ നിങ്ങൾ കൊറിയൻ അറിയാതെ പോവാണ്, ടോപ്പിക് ലെവൽ ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ 1 year ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കും, വിച്ച് ഇസ് മാൻഡേറ്ററി. അതുമല്ല, ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സോളിലാണെങ്കിലും കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാം ഔട്ട്സൈഡ് ഓഫ് സോൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ടോപ്പിക് ഉണ്ടെങ്കിൽ യു ക്യാൻ സേവ് 1 year. ടോഫിൾ ആണെങ്കിലും സെയിം തന്നെയാണ്. നമ്മളുടെ കൺട്രി ഈസ് നോട്ട് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. സോ നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, സോ ബട്ട് ഇഫ് യു കാണ്ട്, നിങ്ങളിൽ അതിനുള്ള പൈസ ഇല്ല, സമയമില്ല എന്നുള്ളതാണെങ്കിൽ
you can avoid both topic and TOEFL. Okay, it's okay. Next question visa ടൈപ്പിനെ പറ്റിയുള്ളതാണ്. നിങ്ങളുടെ വിസ നിങ്ങൾ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ D4 ആയിരിക്കും. ലേറ്റർ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുമ്പം അത് D2 കൺവേർട്ട് ആവും. ഇനി അഥവാ നിങ്ങൾ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്ട്ലി ഡിഗ്രി പ്രോഗ്രാം ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ വിൽ ബി D2. ഓക്കെ, D4 D2 മാറ്റാൻ നിങ്ങളിവിടെ അപ്ലിക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. സോ വിസ പ്രോസസ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉള്ള കാരണം അത് ഇന്ത്യൻ ആണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പം അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് എനി മണി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് താങ്ക്സ് പറയാനുണ്ട് ടു ഓൾ ദ GK സ്കോളേഴ്സ് ഹു മെയ്ഡ് വീഡിയോ ഓൺ യൂട്യൂബ്. പി ഉച്ചിനോ, ഇന്ത്യൻ ഒന്നി, പിന്നെ K-Dream, അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ChatGPT വെബ്സൈറ്റ്സ് ലൈക്ക് ഈ ഒരു വെബ്സൈറ്റ്, പിന്നെ നമ്മുടെ സ്റ്റഡി ഇൻ കൊറിയ, മോഫ വെബ്സൈറ്റ്. സോ ഓൾ ദ വെബ്സൈറ്റ്സ് ഐ എം താങ്ക്ഫുൾ ടു എവറിഥിങ്. താങ്ക്സ് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. GK സ്കോളർഷിപ്പിനെ പറ്റി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഐ വാസ് ലിറ്റിൽ അണ്ടർ കോൺഫിഡൻറ്റ് ത്രൂ ഔട്ട് ദ വീഡിയോ ബിക്കോസ് ഞാനൊരു GK സ്കോളർ അല്ല ആൻഡ് ഐ ഡോണ്ട് ഹാവ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാനുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഐ ട്രൈ ടു ഇൻക്ലൂഡ് ഓൾമോസ്റ്റ് എവറി ഡീറ്റെയിൽസ് യു നീഡ് ടു അപ്ലൈ ഫോർ GK സ്കോളർഷിപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ്. പിന്നെ GK സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും മലയാളികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഐ ഡിഡ് mention anything wrong. I'm okay to correct myself and I want to let my audience also know that. അതുകൊണ്ട് please let me know. പിന്നെ എൻ്റെ subscribers, you also, if you have any questions, let me know. Thank you so much for watching this video and I'll see you in the next video. Till then, bye bye.